ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു മസാല ചായയാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലത്തെ ഒരു മസാല ചായ ഉണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഈ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ചായപാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഇതുപോലെ ഒന്ന് ചുരണ്ടി ഇട്ട് കൊടുക്കുക. ചുരണ്ടി ഇടുമ്പോഴാണ് ഇഞ്ചിക്ക് നല്ല ഫ്ലേവർ കിട്ടും. അല്ലെങ്കിൽ ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇഞ്ചി കുറച്ചും കൂടി വലിയൊരു പീസ് എടുക്കുക. ഇനി 2-3 ഏലക്കായ് ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വെല്ലമാണ്. ഞാനിപ്പം വലിയ പീസ് വെല്ലമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ പീസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അല്ല ചെറിയ അച്ചിലെ വെല്ലമാണെങ്കിൽ അതിൻ്റെ പകുതിയോളം മതിയാവും. പകുതിയും വേണ്ടി വരില്ല, കുറച്ചിട്ടേ വേണ്ടി വരില്ല. അത് നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഞാനിപ്പോൾ ചെറിയ ഗ്ലാസ്സിലുള്ള ചായൻ്റെ അളവിലാണ് 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇത് തിളച്ച് വരുമ്പം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചായപ്പൊടി ചേർത്ത് കൊടുക്കുക. ചായപ്പൊടി ചേർക്കുമ്പോൾ നിങ്ങൾക്ക് സ്ട്രോങ് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ടാൽ തന്നെ അത്യാവശ്യം നല്ല സ്ട്രോങ്ങുള്ള ചായയാണ്. ഇത് നമുക്ക് 1 മിനിറ്റ് തിളപ്പിച്ചെടുക്കുന്നത് ഏലക്കായിൻ്റെയും ചായപ്പൊടിൻ്റെ എല്ലാം ഒരു വേവ് ആവുന്നവരെ ഇഞ്ചിയൊക്കെ കുറച്ച് വെന്താലാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇറങ്ങി വരുള്ളൂ. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ചായ ഉണ്ടാക്കുന്നത് പാലിലല്ല, പാൽപ്പൊടിയിലാണ്. ഞാനിപ്പം ഒരു 2 സ്പൂണോളം പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള ചായ ഒഴിച്ച് കൊടുക്കുക. ചായ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അരിച്ച ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ പാൽപ്പൊടിയിൽ ചായ ഉണ്ടാക്കുന്നത് ചായ പാലിലാകുമ്പോൾ പിരിഞ്ഞു പോവും. വെല്ലവും പാലും കൂടി തിളപ്പിക്കുന്ന സമയത്ത് പാല് പിരിഞ്ഞ് പിന്നെ ചായപ്പൊടിയും കൂടി ചേർക്കുമ്പം എല്ലാം കൂടി പിരിഞ്ഞു പോവും. അതുകൊണ്ടാണ് പാൽപ്പൊടിയിൽ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ പാല് വേറെ തിളപ്പിച്ച് ചായ വേറെ തിളപ്പിച്ച് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ എടുക്കണം. അങ്ങനെയാകുമ്പോൾ ചാൻസ് കുറവാണ്. പഞ്ചസാര ചേർത്ത് ചായ ഉണ്ടാക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് വെള്ളം ചേർത്തിട്ട് ചായ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.